ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മേഘനാഥൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തോമസ് വൈദ്യരുടെ അടുത്ത് തന്നെ പോകാം എന്ന് പറയാണ്. അതെന്തിനാണ് തോമസ് വൈദ്യരുടെ അടുത്ത് തന്നെ പോണത്? അച്ഛാ, അവിടെയല്ലേ ആ കണ്ണനും ചികിത്സയ്ക്ക് വരുന്നത്. അവൻ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ, അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാലോ എന്നൊക്കെ മേഘനാഥൻ പറയാണ്. അപ്പോഴേക്കും അച്ഛനും പറഞ്ഞിട്ട്, ശരിയാടാ നീ പറഞ്ഞത്, നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറയുമ്പോൾ എടുത്തു വായിക്ക അമ്മ പറയുന്നുണ്ട്, എടാ മോനെ, നിനക്ക് നിന്റെ അച്ഛനെ പോലെ വീൽ ചെയറിലിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണോ? ആഗ്രഹമാണെങ്കിൽ നീ പോയിക്കോ. ഇനിയെങ്കിലും നീ ആ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെ പുറകെയുടെ ആ പിടി ഒന്ന് വിട്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ നോക്കടാ. അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിലൊന്നും നിനക്ക് ആരും തുണയായിട്ട് ഉണ്ടാവില്ല. നീ ഇപ്പൊ നല്ല രീതി നടന്നാലേ എന്തെങ്കിലുമൊക്കെ ആ മഹാലക്ഷ്മിയും കണ്ണനും തരാതിരിക്കില്ല. അല്ലെങ്കിൽ നിനക്ക് ഇത്രയും തണ്ടും തടിയും ഇല്ലേടാ. നിനക്കൊരു ജോലിക്ക് പോയിട്ട് നിനക്ക് സ്വയം സമ്പാദിച്ചൂടെ? അതിനുശേഷം നിന്റെ ഭാര്യ ഇട്ടേച്ചും പോയത് പോയി. എന്തായാലും ഭാര്യ ഇട്ടേച്ചു പോയ എത്രയോ ആൾക്കാർ വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. അവള് പോണെങ്കിൽ പോട്ടെ, ആ മഞ്ജുവിന്റെ പുറകെ നടത്തം മതിയാക്കിയിട്ട് നീ നല്ല രീതിയിൽ ജോലിയൊക്കെ എടുത്ത് പണിയൊക്കെ എടുത്തിട്ട് സമ്പാദിക്കാൻ നോക്കണം മോനെ. നീ ഇത്രയും പഠിച്ചതല്ലേ, സമ്പാദിച്ചിട്ട് നല്ലൊരു പെൺകുട്ടീനെ നിനക്ക് ഞങ്ങൾ നോക്കിത്തരാടാ. എന്നിട്ട് അവളായിട്ട് നീ സുഖമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മ ഉപദേശിക്കുകയാണ്. അമ്മയുടെ ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. ആ കണ്ണനും മഹാലക്ഷ്മിയും അവര് നന്നാവാൻ പാടില്ല. അവരെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലേ അച്ഛാ? പിന്നെ അല്ലാടെ മോനെ, ഇതൊക്കെ നിന്റെ തള്ളെടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളെ ഇപ്പൊ മദർ തെരേസക്ക് പഠിക്കുക. അമ്മക്ക് ഇപ്പൊ എങ്ങനെയാമേ ഇത്ര മാറ്റങ്ങളൊക്കെ വന്നത്? അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോ അമ്മ പറയണ്ടേ, എങ്ങനെ മാറാതിരിക്കൂടാ? അങ്ങനത്തെ അനുഭവമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ തിരിച്ചടിയും കിട്ടിയിട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചതേ നിന്റെ പെങ്ങളുണ്ടല്ലോ ഒരുത്തി, അവളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവളെ വെറും കൈയോടെ വിട്ടയക്കാൻ കണ്ണനും മഹാലക്ഷ്മി സമ്മതിക്കില്ല. അവൾക്ക് എന്തെങ്കിലും അവർ തരൂ. ആ സഹായങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കല്ലേടാ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അച്ഛനും മോനും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങനെ മേഘൻ അച്ഛനെയും കൂട്ടിക്കൊണ്ട് തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ്. കണ്ണന്റെ കാലുകൾ അനങ്ങുന്നുണ്ടോ നോക്കണം, അവന്റെ കാലുകൾക്ക് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയണം. അതൊക്കെയായിട്ട് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ അച്ഛനെ സുഖപ്പെടുത്തണമെന്നൊന്നല്ല മേഘനാഥൻ. കണ്ണന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് മേഘനാഥൻ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ആദ്യം പോണത് തോമസ് വൈദ്യരുടെ അടുത്തേക്കാട്ടോ. അവിടെ പോയിട്ട് ആദ്യം അന്വേഷിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് കണ്ണനെ കുറിച്ചാണ് ഇവർ അന്വേഷിക്കുന്നത്. അല്ല, കണ്ണന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നൊക്കെ വൈദ്യനോട് ചോദിക്കുമ്പോൾ വൈദ്യൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ വന്നത് നിങ്ങളുടെ ചികിത്സക്കാണോ അതോ കണ്ണനെ കുറിച്ച് അറിയാനാണോ എന്ന് ചോദിക്കുമ്പോ മേഘനാഥൻ പറയണ്ട, ഈ കണ്ണെന്ന് പറഞ്ഞത് എന്റെ കസിനാണ്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ആൾക്ക് പുരോഗതി ഉണ്ടെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് അച്ഛനെയും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത്. അച്ഛൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് വീണതാണ്. ഓ ആയിക്കോട്ടെ. പിന്നെ കണ്ണന്റെ കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ, അതുകൊണ്ട് പറയാണ്, കണ്ണനെ ഇതുവരെ ഒരു കാല് മാത്രമേ ചലനശേഷി കിട്ടിയിട്ടുള്ളൂ. മറ്റേ കാല് ചലിക്കുന്നില്ല. ഒരു കാല് ചലിക്കുന്ന പോലെ മറ്റേ കാലിന് ചലനം ശേഷി കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. സത്യമാണ് ഡോക്ടറെ, പക്ഷേ കണ്ണിന്റെ മറ്റേ കാലം കൂടി ചലിക്കുന്ന പോലെ ചില ആളുകൾ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അത് അവർക്ക് തോന്നിയതായിരിക്കും. ചില സമയത്ത് നമ്മൾ ആ രീതി നോക്കിയാൽ അങ്ങനെയല്ലേ നടക്കുള്ളൂ. വൈദ്യരായിട്ടുള്ള എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും അദ്ദേഹത്തെ അറിയില്ലല്ലോ. എന്റെ ഒരു ഇതിലെ അദ്ദേഹത്തിന് ഒരു കാലിന് മാത്രമേ ചലനശേഷി കിട്ടിയിട്ടുള്ളൂ എന്ന് വൈദ്യര് പറയാണ്. അത് കേട്ട് മേഘനും അച്ഛനും ഭയങ്കര സന്തോഷത്തിലാവാട്ടോ. അപ്പൊ അവർക്കൊരു റൂമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ റൂമിലേക്ക് അവർ നടന്നിങ്ങനെ അച്ഛനെ ഉന്തിക്കൊണ്ട് മേഘനാഥ് ഇങ്ങനെ പോണ സമയത്താണ് മഹാലക്ഷ്മിയും കണ്ണനും മാർക്കവും ആദ്യമൊക്കെ ആ ഒരു കാഴ്ച കാണുന്നത്. വേറൊന്നുമല്ല, അവിടേക്ക് ദേ മേഘനാഥൻ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് കാണുമ്പോഴേക്കും കണ്ണനും ആകെ ഷോക്കാവാട്ടോ. മേഘനാഥൻ അവരിങ്ങനെ നോക്കുന്നുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി. അവരെ കുറിച്ച് അന്വേഷിക്കാനും അവരെ കുറിച്ച് കണ്ണന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ, കണ്ണൻ നടക്കുന്നുണ്ടോ, കണ്ണന് രണ്ട് കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നതെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടോ. അപ്പോഴേക്കും കണ്ണനോട് മഹാലക്ഷ്മി പറയണ്ട, കണ്ണേട്ടാ ദേ എത്തിയിട്ടുണ്ട് അച്ഛനും മോനും കൂട്ടിയിട്ട്. കണ്ണേട്ടന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടേക്ക് വന്നത് എന്ന് പറയാണ്. എങ്കിൽ നമ്മൾ സൂക്ഷിക്കണോടോ എന്ന് പറയാണ്. അവര് എങ്ങനെയെങ്കിലും നമ്മുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കും എന്ന് പറയാണ്. ഒരിക്കലും നമ്മുടെ വായുന്നോ നമ്മുടെ സംസാരത്തിനോ നമ്മുടെ ചലനത്തിനോ അവരത് അറിയാനേ പാടില്ല. തോമസ് വൈദ്യര് എന്തായാലും ഈ കാര്യം ആരോടും പറയാൻ പോണില്ല. അതുകൊണ്ട് നമ്മളും ഈ കാര്യം ആരോടും പറയരുത് എന്ന് മഹാലക്ഷ്മി കണ്ണനോട് പറയാണ്. കണ്ണൻ പറയുന്നുണ്ട്, അതെ, ഈ കാര്യം നമ്മൾ 4 പേര് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയരുത് എന്ന് പറയാണ്. അങ്ങനെ കണ്ണന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മേഘൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരെ നിരീക്ഷിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മേഘൻ നോക്കുമ്പോഴൊക്കെ കണ്ണൻ ഒരു കാല് മാത്രമേ ചലിപ്പിക്കുന്നുള്ളൂ. മേഘനാഥന് ഭയങ്കര സന്തോഷമാണ്. അവനെ ചലനശേഷി ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിലാട്ടോ മേഘൻ. ആ സമയത്താണ് മേഘൻ ആ ഒരു കാഴ്ച കാണുന്നത്. വൈദ്യയുടെ അവിടെ കാറിലെ ഡ്രൈവറായിട്ട് സാഗർ എത്തിയിരിക്കുകയാണ്. അത് കാണുന്ന മേഘനാഥന് ദേഷ്യം വരുവാണ്. സാഗറിനെ വീണ്ടും കണ്ട ദേഷ്യത്തിൽ മേഘൻ സാഗറിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. എടാ അലവലാതി, നീ ഡ്രൈവറായിട്ടോ?
കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ജീവിക്കണ്ടേ മേഘ എന്ന് പറയാണ്. ജീവിക്കാൻ വേണ്ടിട്ടല്ലേടാ നീ എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോയത്? നാണില്ലല്ലോടാ നിനക്ക്? മഹാലക്ഷ്മിക്കെതിരെ ഞാനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എന്നിട്ട് നീ അവസാനം എനിക്ക് തന്നെ പണി തന്നല്ലേ? ഈ മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്നൊക്കെ കടങ്കഥ കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതെന്താണെന്നുള്ളത്. മേഘ ഞാനൊന്ന് പറഞ്ഞോട്ടെ? ചി മിണ്ടാതിരിയടാ നീ എന്ന് പറഞ്ഞിട്ട് മേഘൻ ആ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കുക. ഈ സാഗറും അതുപോലെ തന്നെ മഞ്ജുവും തമ്മിൽ വിവാഹം കഴിച്ചതും മേഘനാഥന്റെ മുമ്പിൽ കൂടി അവർ കൈ പിടിച്ച് നടന്നതും എല്ലാം തന്നെ മേഘനാഥൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിക്കും തോറും സാഗറിനോടുള്ള ദേഷ്യം കൂടി വരുവാട്ടോ മേഘന. എന്നാലും നാണില്ലടാ എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും സാഗർ പറയണ്ട്, അനാവശ്യം പറയരുത്. നിന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയെന്നല്ല, നിന്നെയായിട്ടുള്ള ജീവിതം മടുത്തിട്ട് അവൾ എന്റെ കൂടെ വന്നതാണ്. എന്റെ സ്നേഹം ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് നിനക്ക് എപ്പോഴാണ് അവളോട് പ്രണയം തോന്നി തുടങ്ങിയത്? നീ അവളെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടാണ് എനിക്ക് അവളോട് പ്രണയം തോന്നിയത്. ഒരു പാവം പെണ്ണിനോട് തോന്നുന്ന പ്രണയം. നീ സ്വത്തുക്കൾ കണ്ടിട്ടാണ് അവളെ പ്രണയിച്ചതൊക്കെ എനിക്ക് മനസ്സിലായടാ എന്നൊക്കെ പണ്ട് സാഗറിന്റെ കഴുതിനെ കയറി പിടിക്കുകയാണ് മേഘൻ. എന്നിട്ട് സാഗറിനെ വലിച്ചെറിഞ്ഞ് അവിടെ കുന്തി തള്ളുവാട്ടോ. സാഗർ മേഘ വെറുതെ ഇരിക്കെ, എന്നെ വെറുതെ പഴയ സാഗറാക്കരുത്. ആവടാ നീ ആവ്, നിന്റെ സ്വഭാവം അത് തന്നെയാണെന്ന് എനിക്ക് അറിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് സാഗറിനെ ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കട്ടോ മേഘനാഥൻ. ആ കാഴ്ച കണ്ടുകൊണ്ട് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കണ്ണനും മാർക്കും ഒക്കെ അങ്ങോട്ടേക്ക് കേട്ടോ. അപ്പൊ അവർ ഈ കാഴ്ച കാണുന്നുണ്ട്, മേഘനാഥനും സാഗർ തമ്മിൽ അടി ഉണ്ടാക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, മേഘൻ സാഗറിനെ അടിക്കുവാണല്ലോ എന്ന് പറയാണ്. അപ്പൊ അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെ, പക്ഷെ സാഗർ തിരിച്ചൊരു അടി പോലും കൊടുക്കുന്നില്ല. അതിന്റെ കാരണം മഞ്ജു പറഞ്ഞു തന്നെയാവാനാണ് ചാൻസ്. അവൻ സ്വഭാവം മാറിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയണം. എന്തായാലും ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? എന്തൊക്കെ പറഞ്ഞാലും മഞ്ജുവിന്റെ ഭർത്താവല്ലേ അവൻ എന്ന് എന്നോടെ കണ്ണനോട് പറയാണ് മഹാലക്ഷ്മി. താൻ എന്താ ചെയ്യാൻ പോണത്? മേഘന കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി. ശേഷം മഹാലക്ഷ്മി നേരെ പോണത് മേഘനാഥന്റെ അടുത്തേക്കാണ്. മേഘനാഥനോട് പറയുന്നുണ്ട്, നിർത്ത് എന്ന് പറയാണ്. ഇത് നല്ലൊരു സ്ഥലമാണ്, നിങ്ങൾക്ക് അടിപിടി ഉണ്ടാക്കാനുള്ള സ്ഥലമൊന്നുമല്ല. താൻ എന്തിനാടോ ഇയാൾ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതന്വേഷിക്കാൻ നീ ആരാടി എന്ന് മേഘനാഥൻ നമ്മുടെ മഹാലക്ഷ്മിയോട് ചോദിക്കുകയാണ്. മഹാലക്ഷ്മി പറയണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേടാ, ഞാൻ അറിയിച്ചു തരണോ എന്ന് ചോദിക്കുകയാണ്. നീ എന്തിനാടാ ഇവന്റെ ദേഹത്ത് കൈവച്ചത്? നിന്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയതുകൊണ്ടോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാണ്, ഇവന്റെ കഴിവും. ഓഹോ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടിയിട്ടാണല്ലേ ഇവനെ കെട്ടിച്ചു കൊടുത്തത്? ആണെങ്കിൽ ആണെന്ന് വെച്ചോ, ഇനി ഇവന്റെ ദേഹത്ത് കൈ വെച്ചാലുണ്ടല്ലോ, നിന്റെ ദേഹത്ത് കൈ വെക്കാനായിട്ടെ എന്റെ കൂടെയുള്ള ഇവര് മാത്രം മതി. മാർക്കോനെ സൂക്ഷിച്ചു നോക്കണം മേഘനാഥനാകെ പേടിച്ച് നിൽക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും സാഗറിനെ സന്തോഷമാവുന്നുണ്ട്, കാരണം സാഗറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ മഹാലക്ഷ്മി എന്നാലോചിച്ചിട്ട്. ശേഷം മേഘൻ അവിടെ നിന്ന് പോകാണ്. മേഘം പോയി കഴിയുമ്പോഴേക്കും സാഗർ മഹാലക്ഷ്മിയോട് കണ്ണനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കറക്റ്റ് സമയത്ത് എന്നെ വന്ന് രക്ഷിച്ചല്ലോ, എനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ മഹാലക്ഷ്മി എന്ന് ചോദിക്കുമ്പോഴേക്കും, മേഡം എന്ന് ചോദിക്കുമ്പോഴേക്കും മഹാലക്ഷ്മി പറയണ്ട, അത് നിനക്ക് വേണ്ടി സംസാരിച്ചില്ല, ഞങ്ങളുടെ മഞ്ജുവിനെ വേണ്ടി സംസാരിച്ചതാണ്. കാരണം ഇപ്പൊ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോണത് മഞ്ജു ആണ്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ സമയത്ത് അവിടെ ഇടപെട്ടത് എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇത് കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.